മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. വെട്ടം തലക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജീർണാവസ്ഥയിലായിട്ടുള്ള മാങ്ങാട്ടിരി പാലം ആധുനിക രീതിയിൽ പുതുക്കിപ്പണിയാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ. TCV ന്യൂസിനോട് പറഞ്ഞു. ജനപ്രതിനിധികളോടൊപ്പം പാലം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെട്ടം പഞ്ചായത്തിലെ ജീർണാവസ്ഥയിലുള്ള 5 പാലങ്ങൾ പുതുക്കിപ്പണിയണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ആദ്യഘട്ടമെന്നോണം തീണ്ടാപ്പടി, വെട്ടം, ചീർപ്പ് പാലങ്ങൾ പുതുക്കിപ്പണിയാനാണ് ഇറിഗേഷൻ വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതായി എം.എൽ.എ. കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. തിരൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള വികസന പ്രവർത്തന രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാലങ്ങളുടെ ആവശ്യകത എന്നുള്ളത്. വെട്ടം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെ അത്യാവശ്യം 5 പാലങ്ങൾ ഇവിടെ മുറവിളി വർഷങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വെട്ടം, ചീർപ്പ്, തീണ്ടാപ്പടി 2 പാലങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ട ഒരു പാലമാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ സൈറ്റിലുള്ള മാങ്ങാട്ടിരി പാലം. വളരെ പഴക്കമുള്ള ഈ പാലം നിർമ്മിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയെ തരണം ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പുതുക്കി പണിയേണ്ടതുണ്ട്. ഇവിടുത്തെ സന്തോഷകരമായൊരു വസ്തുത, ഈ പാലം പണിത സന്ദർഭത്തിൽ തന്നെ 2 കരയിലും ഉള്ള ഭൂമി നേരത്തെ തന്നെ അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമി ലഭ്യതയ്ക്ക് വേണ്ടി ഇവിടെ പ്രയാസപ്പെടേണ്ടതില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ഭൂമി ഉള്ളത്. അതുകൊണ്ട് ഈ പാലം പുതുക്കി പണിയുന്നതിന് വേണ്ടി ആധുനിക രീതിയിൽ ഈ പാലം സംവിധാനം ചെയ്ത് നിർമ്മിക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞാൻ ജനങ്ങളെ അറിയിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വെട്ടം തലക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാങ്ങാട്ടിരി പാലം അപകടാവസ്ഥയിലാണ്. വീതി കുറഞ്ഞ പാലമായതിനാൽ ഗതാഗതവും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പാലം ആധുനിക രീതിയിൽ പുതുക്കി പണിയാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് എം.എൽ.എ. കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. വൈകാതെ തന്നെ ഈ ഫണ്ട് എങ്ങനെ ലഭ്യമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി മന്ത്രിയുമായും ഞാൻ സംസാരിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും എന്ന് ജനങ്ങളെ അറിയിക്കാൻ കൂടി ഞാൻ ഈ സംഭവത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ ജനങ്ങളുടെ വേദനകൾ തിരിച്ചറിയുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ മതിയായ തെളിവുകളാണ് ഇവയെല്ലാം. അപ്പോൾ അതുകൊണ്ട് മുൻപ് കാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി തുക ഇതിനകം തന്നെ ലഭ്യമായി എന്ന സന്തോഷം കൂടി ഞാൻ നിങ്ങളൊക്കെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമാന രീതിയിലുള്ള ആദവനാട് പഞ്ചായത്തിലെ കാവുങ്ങൽ പാലത്തിന് 6.5 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം വെട്ടം ആലിക്കോയ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി. സിദ്ദിഖ്, CMT ബാവ, കെ. കമറു മാസ്റ്റർ, CMT ഫാസിൽ എന്നിവർ എം.എൽ.എ. അനുഗമിച്ചു.